അസ്സലാമു പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഈ പെൺകുട്ടിയുടെ ഉപ്പക്കും ഉമ്മക്കുമാണ് ആദ്യം കേസെടുക്കേണ്ടത്. എന്താ കാരണം എന്നല്ലേ? എട്ടും പൊട്ടും തിരിയാത്ത ആ ഒരു പ്രായത്തിൽ, +2 പഠിക്കുന്ന ആ ഒരു പ്രായത്തിലാണ് അസ്നയുടെ വിവാഹം നടത്തുന്നത്. +2 പഠിക്കുന്ന ആ കുട്ടിയെയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. ബാക്കിയുള്ള പഠിപ്പ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്. അതെങ്ങനെ ശരിയാകും? ഉപ്പക്കും ഉമ്മക്കും കേസെടുക്കണമെന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടോ. ഈ കുട്ടിയുടെ മരണവാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകളാണത്. നിരവധിയുണ്ട്. ആലോചിച്ച് നോക്കുമ്പോൾ ശരി തന്നെയല്ലേ? 20 വയസ്സാണ് പ്രായം. പ്രായപൂർത്തിയെത്താത്ത പ്രായമല്ല. പക്ഷെ എന്നാലും പഠിക്കുന്ന കുട്ടിയെന്ന് പറയുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി തന്നെ. ജീവിതം എന്തെന്നറിയാത്ത നമ്മുടെ മക്കൾ, വിദ്യാർത്ഥിനിയെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചയക്കുക. അതും പഠിപ്പ് തീർന്നില്ല. അപ്പോൾ ആ ഒരു കുട്ടിക്ക് കുടുംബ ബന്ധം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേ സ്ഥാനത്ത് പഠിപ്പ് കഴിഞ്ഞ് കുറച്ച് നാളുകൾ വീട്ടിലിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല. അവർക്കെല്ലാം മനസ്സിലാകും ജീവിതം എന്താണെന്ന്. +2 വരെ പഠിച്ച് വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിപ്പിച്ചയക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ആ കുട്ടികൾക്ക് മനസ്സിലാകും എന്തെങ്കിലും. ഇത് പഠിക്കുന്ന കുട്ടിയെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചയക്കുക. അപ്പോൾ ആളുകൾ പറഞ്ഞത് ശരി തന്നെയല്ലേ? ആദ്യം ആ മാതാപിതാക്കളെ തന്നെയല്ലേ ജയിലിലടക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു മരണവാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. പാലക്കാട് ആലത്തൂരിൽ എലിവിഷം കഴിച്ച് മരിച്ച ഒരു 20 വയസ്സുകാരി അസ്ന അന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞു അത്രേ, വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ സ്കൂളിൽ പോയാൽ മതി. ആ ഒരു മനോവിഷമം കാരണമാണ് എലിവിഷം കഴിച്ചതെന്നും ഈ കുട്ടിയെ മരണത്തിലേക്ക് എത്തിച്ചതുമെന്നാണ് അന്ന് നമുക്ക് കിട്ടിയ വാർത്ത. ഇതിപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിതിപ്പോൾ ഫുള്ളായിട്ട് കേട്ടാൽ നിങ്ങളും പറയും ആ മാതാപിതാക്കളെ, ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും തന്നെയാണ് ആദ്യം കേസ് കൊടുക്കേണ്ടതെന്ന്. നിങ്ങളിത് കേട്ടോളണം. ഇപ്പോൾ വലിയൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ് കുട്ടി മരിച്ചതിന് ശേഷം. ഇത്ര നാളും എവിടെയായിരുന്നു? ഒരുപാട് ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കാനുള്ളത്. ഇത്ര നാളും നിങ്ങൾ എവിടെയായിരുന്നു? ഓക്കെ, നിങ്ങളുടെ മക്കൾ തന്നെയാണ്, നിങ്ങളുടെ മോള് തന്നെയാണ് മരണപ്പെട്ടത്. ഒരു കടമ വീട്ടാൻ വേണ്ടി ഒരിക്കലും പ്രിയപ്പെട്ടവരെ മക്കളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയക്കരുത് കേട്ടോ. ഒരു ബാധ്യത നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ ആകരുത്. നമുക്കൊരു കടമയുണ്ട്, മക്കളോടുള്ള ഒരു ബാധ്യതയുണ്ട് നമുക്ക്. അത് മക്കളെ ഒഴിവാക്കലല്ല, മക്കളെ നല്ലൊരു ഇടത്തേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് വലിയൊരു ബാധ്യതയാണ്. എവിടേക്കോ പറഞ്ഞയക്കലല്ല, നല്ലോണം അന്വേഷിച്ച് നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു ചെറുക്കന് കല്യാണം കഴിപ്പിച്ചയക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. മക്കളെ ഒഴിവാക്കലല്ല നമ്മുടെ ബാധ്യത. ആ ഒരു മാതാപിതാക്കളുടെ കടമയാണ്, കർത്തവ്യമാണ്. ഇവരുടെ വാക്കുകൾ കേട്ടാൽ ഇവരെല്ലാം അറിഞ്ഞിട്ട് ആ പെണ്ണിനെ ആ കുടുംബത്തിലേക്ക് അയച്ചതുപോലെ ഇരിക്കുന്നു. എല്ലാം അറിഞ്ഞിട്ട് ആ കുടുംബത്തിലേക്ക് അയച്ചതുപോലെ. ഇപ്പോൾ ഇവർ വലിയൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ്. കുട്ടി മരിക്കാനുള്ള കാരണം അതൊന്നല്ല, വേറെ പല പ്രശ്നങ്ങളുണ്ട് നമ്മൾ തമ്മിൽ, കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന്. ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് +2 പഠിക്കുകയാണല്ലോ, പരീക്ഷ പേടി കാരണം ആത്മഹത്യ ചെയ്തതാണെന്ന്. അത് വിട്ടുകൊടുക്കുന്നില്ല ഈ കുട്ടിയുടെ മാതാപിതാക്കളും അവരുടെ കുടുംബവും. അതൊന്നല്ല പ്രശ്നം, വേറെ വലിയൊരു പ്രശ്നമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ആ കുട്ടിയെ അവിടെ പറഞ്ഞയച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അസ്ന ഭർത്ത് വീട്ടിൽ കടുത്ത മാനസിക ഉപദ്രവങ്ങൾക്ക് ഇരയായിരുന്നു അത്രേ. ഇവരുടെ മാതാപിതാക്കളും കുടുംബവും പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പുറത്തു വരാൻ ആ കുട്ടി മരിക്കേണ്ടി വന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് വെറുതെ അല്ല, ആദ്യം നിങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ് കുടുങ്ങേണ്ടത്. ആ കുട്ടി മരണപ്പെട്ടതിൽ സങ്കടമുണ്ട്. ഇപ്പോൾ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. ഏപ്രിൽ 6-നാണ് അസ്ന മരണപ്പെടുന്നത്. ആ ഒരു മരണവാർത്ത നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്. അസ്നയുടെ ഭർത്താവ് അബ്ദുറഹ്മാനും മാതാവും ചേർന്നാണത്രേ അസ്നയെ നിരന്തരം ചൂഷണം ചെയ്തത്. ഇതൊക്കെ അസ്നയുടെ കുടുംബം പറയുന്നതാണ്. +2 പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്നുള്ള പേടി കാരണമാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാൻ ഭർത്ത് വീട്ടുകാർ കളിച്ച കളിയാണ് ഇതൊക്കെ എന്നാണ് അവർ പറയുന്നത്. കുടുംബം ഉന്നയിക്കുന്ന പ്രധാന പരാതികൾ ഇതാണ്. അസ്ന വിഷം കഴിച്ച വിവരമോ അസ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാര്യമോ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ലത്രേ. അതുമാത്രമല്ല, അസ്നയുടെ മരണവിവരവും പിറ്റേ ദിവസമാണത്രേ അറിയിച്ചത്. ഇതാണ് ഇവരുടെ പ്രധാന പരാതികൾ. ഇതിപ്പോൾ ശരിക്കും രണ്ടുപേരും അകത്താവേണ്ട കേസ് തന്നെയാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയെ നിങ്ങളൊക്കെ കൂടി ബലിയാടാക്കി എന്നല്ലാതെ നമ്മളെന്താണ് പറയേണ്ടത്? മാതാപിതാക്കൾ മരിച്ചതിന് ശേഷമാണ് ഈ പരാതിയുമായിട്ട് വരുന്നത്. ഇവരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചതുപോലെ ഉണ്ട്. ആ കുടുംബത്തിൽ ഈ മോൾക്ക് ഇങ്ങനെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നറിഞ്ഞ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പോട്ടെന്ന് വെച്ച് വിടണം. ജീവനാണ് വലുത്. ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. കളഞ്ഞിട്ട് മോളെയും കൂട്ടി വീട്ടിലേക്ക് പോന്നേക്കണം. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ശരിയാകും. ശരിയായി. ആ കുട്ടി മരണപ്പെട്ടു. ഇനിയാണ് ശരിയാകാൻ പോകുന്നത്. പടത്തറബ്ബ് ആ മോൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പാവം, ഒന്നും അറിയാത്ത പൊന്നുമോള്.
പടച്ച ആ മോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ മക്കളാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് എനിക്ക് വേറൊന്നും പറയാനില്ല. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.